ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി ഷോർട്സൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഭയങ്കര മടിയായതുകൊണ്ടാണ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മത്തി ഫ്രൈ ഞാൻ ഉണ്ടാക്കാൻ പോകുമായിരുന്നു. അപ്പം വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. നമ്മളെപ്പോഴും മത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ, മത്തി അല്ലെങ്കിൽ ചാള. അപ്പം നമ്മൾ ഈ മത്തി കിട്ടുമ്പം കൂടുതലും ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫിഷ് കറി ഉണ്ടാക്കും, അല്ലെങ്കിൽ മീൻ പീര ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, അങ്ങനെ പലതും ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ഫ്രൈ തന്നെയാണ്, പക്ഷേ ഒരു വെറൈറ്റി മത്തി ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കമാൺ, ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണം. എൻ്റെ കയ്യിൽ ആകെ ഇത്രയും ചെറിയ ഉള്ളിയേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന ചെറിയ ഉള്ളിയായിരുന്നു. ഓൾമോസ്റ്റ് 1 ഇയർ ആകുന്നു. അപ്പോൾ ഇത് ഫ്രോസൺ ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണിത്. ഇപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഈ റെസിപ്പിയിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാളംപുളിയില്ലേ, നീളമുള്ള ആ വാളംപുളി സോക്ക് ചെയ്ത വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും വാളംപുളിയും മത്തിയോ അതെന്ത് കോമ്പിനേഷൻ എന്ന് വിചാരിക്കും. അപ്പം എനിക്കും ആദ്യം അങ്ങനെ ആയിരുന്നു തോന്നിയത്, ഇതെങ്ങനെ വർക്കാവുമെന്നാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മത്തിയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യത്തുള്ളൂ. എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ആദ്യം നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. പൊടി ഇടുന്നതിൻ്റെ വീഡിയോ എടുത്തതിന് പക്ഷേ റെക്കോർഡായില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ പാൻ വെക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഓണാക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓണാക്കാൻ പാടുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഓണാക്കാം. ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയുള്ളി ആഡ് ചെയ്യുന്നു. ഇതിനകത്തോട്ട് കറിവേപ്പിലയും ആഡ് ചെയ്യുന്നു. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നു. നമുക്ക് കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ഇടാവേ. നമ്മുടെ വാളൻപുളി സോക്ക് ചെയ്ത വെള്ളമില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഫിഷ് ഫ്രൈ ആവാൻ. കാണിച്ചു തരാം. ഉപ്പിടാൻ മറന്നുപോയായിരുന്നു, ഉപ്പിടണേ. നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് മത്തിനെ പെറുക്കിയിടാം. 5 മത്തി ആകെ എടുത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് മത്തി നമുക്കിതിൽ ഫ്രൈ ചെയ്താൽ എല്ലാത്തിനും ഗ്രേവി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് 4 വർഷമായെങ്കിലും ഞാൻ ഇന്ന് വരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഇവിടെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫ്രോസൺ മത്തി കിട്ടിയത് നമ്മളത് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ നിരത്തി വെക്കാം. ഇങ്ങനെയാണ് ഒരു ലുക്ക് അത് ഇതിൽ കിടക്കുമ്പം. അപ്പം നമ്മൾ ഈ ഗ്രേവി കോരി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കണം. ഒരുപാട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, കാരണം ഈ ഗ്രേവി ഇത്രയും മത്തിക്ക് ഇത്രയും ഗ്രേവി വേണം. കണ്ടോ, കുറേ ഗ്രേവി ഉണ്ടായിരുന്നെങ്കിലും അതിങ്ങനെ വറ്റി വറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. ഈ ഇത്രയും ഗ്രേവിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്റ്റ് ഫ്രൈയിങ് എഫക്റ്റ് കിട്ടുന്നില്ല ഈ മത്തിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള മത്തി ഫ്രൈ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ജ്യൂസി ചാള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിലൊരു മത്തി എവിടെ പോയെന്ന്. ആ ഒരു മത്തി ഞാൻ ടേസ്റ്റ് ചെയ്ത് വയറ്റിലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിയുടെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് ടൈം മത്തി വാങ്ങിക്കുമ്പം വാളംപുളി മത്തി ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം. അപ്പം ബൈ ബൈ.